ആക്ഷൻ മാൻ എന്ന് പറയുന്നത് ബാബു ആന്റണി. ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വന്നാൽ ഉണ്ടാവാൻ പോകുന്ന തീയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചിലമ്പിൽ ഇവരെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇത്രയും പേര് കണ്ടാവും വിജയിക്കാൻ. ഇത്രയും പേര് കാണണം ഉണ്ടാവില്ലേ? കാരണം ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. ഗാങ്സ്റ്റർ കോമഡി എന്റർടൈനർ ആയിരിക്കും അത്. ഇടി, അടി, വെടി, പുക എല്ലാം ഉള്ളൊരു പടമാണ്. പക്ഷേ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഞാൻ പറയുന്നു, ഇതോടുകൂടി മലയാളത്തിന്റെ രോഹിത് ഷെട്ടിയാകാൻ പോവുകയാണ് ഒമർ ലുലു. ഈ സിനിമയോടുകൂടി മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംവിധായകനെ ഞാൻ പറയുന്നു, മലയാളത്തിന്റെ രോഹിത് ഷെട്ടി. ഒമർ ലുലു എവിടെയാണ്? അത് ക്യാമറയുടെ മുന്നിൽ അധികം വരാറില്ല, വന്നാൽ തന്നെ തീവാറുണ്ട്. അപ്പൊ ഒമർ ലുലുവിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് കൈയടിക്കുക പ്ലീസ്. പക്ഷെ ഈ സിനിമ സാധ്യമായത് ബഹുമാന്യായ ഷീലു എബ്രഹാം കാരണമാണ്. ഇത് എക്കാലത്തെ എവർഗ്രീൻ സിനിമയായി മാറാൻ പോകുന്നു. അബാ മൂവീസിന്റെ പ്രസന്റേഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം തിയേറ്ററിൽ ആവശ്യം. അവിടെ പേരും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പാടുള്ളൂ. അല്ലാതെ എന്ത് പാട്ടാ വേണ്ടത്? ഹിന്ദി, ഇംഗ്ലീഷ്, ഏതാ വേണ്ടത്? മലയാളം മതി. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഹിന്ദി പാട്ട് പാടാം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അപ്പനും മക്കളും ഉണ്ട്. അപ്പനും മക്കളെ ഒമർ ലുലുവിനെ ഈ സിനിമയെ കുറിച്ച് 2 വാക്ക് കൂടെ ക്ഷണിച്ചു വിളിക്കാം. ഇവര് സത്യം പറഞ്ഞ പ്രൊഡ്യൂസർ ഈ ഫംഗ്ഷൻ കൊച്ചിയിൽ വയ്ക്കാൻ നിന്നതാണ്. അപ്പൊ ഞാനാണ് പറഞ്ഞത് കോഴിക്കോട് വേറെ ലെവലാണ്, വേറെ ഇവിടെ ഈ ഹൈലൈറ്റ് മോളിൽ ഫസ്റ്റത്തെ ഓഡിയോ എന്ന് വെച്ചത് ഞാനാ. ചാൻസ് ഫിലിം ഓർമ്മയുണ്ടാവില്ല അവർക്കും. അതിനുശേഷം മലയാള ഇൻഡസ്ട്രിയിൽ എല്ലാവരും കോഴിക്കോട് ഓഡിയോ ലോഞ്ച് വെച്ച് തുടങ്ങിയത്. കാരണം കോഴിക്കോട് വേറെ ലെവലാണ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ്. സെന്തിൽ ഇവിടെ എത്തിയിട്ട് സെന്തിൽ വിളിക്കാൻ പോകുന്ന ആരാന്ന് ഞാൻ പറയുന്നില്ല. ആ പാട്ട് കേട്ട് കയറുക. സെന്തിൽ പാടുന്ന പാട്ട് കേട്ടിട്ടായിരിക്കും ആള് വരിക. ഓക്കെ ഓക്കെ. ഹലോ, എല്ലാ പ്രിയപ്പെട്ട കോഴിക്കോടുകാർക്കും നമസ്കാരം. ഹായ്, ഞാനൊരു തിരുവനന്തപുരക്കാരനാണെങ്കിലും ഞാൻ കോഴിക്കോടിൻ്റെ മരുമകനാണ്. ഒരു കോഴിക്കോടുകാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കോഴിക്കോടുകാരനാണ്, പകുതി കോഴിക്കോടുകാരനാണ്. അപ്പൊ ഇത് പോരാ, ഒരു നല്ല കൈയടി പോരാ, ഒന്നുകൂടെ. താങ്ക് യു. എന്നെ ഉമർക്ക് ഈ പടത്തിനകത്ത് വിളിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഘടാതെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്ന ആ ഘടകമാണ് ഇതായിരിക്കുന്ന റഹ്മാനിക്ക. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛന് TV റേഡിയോ ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ഈ TV, VCR, VCP, വീഡിയോ കാസറ്റൊക്കെ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ കുറേ വീഡിയോ കാസറ്റുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറേ സിനിമകളുണ്ട് കാണുകയും ചെയ്യുന്നു. അക്കൂട്ടത്തിൽ കണ്ട കുറേ സിനിമകളാണ് ശ്യാമ, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, തമ്മിൽ തമ്മിൽ. അങ്ങനെ ആ പടങ്ങൾ ഒരുപാട് തവണ കണ്ട് റഹ്മാനിക്കയുടെ ഒരു വലിയ ഫാനായി മാറിയ ആളാണ് ഞാൻ. അപ്പോൾ ഉമറിനെ വിളിച്ചപ്പോൾ ഞാൻ ഇക്കയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാബുച്ചേട്ടൻ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങൾ നിന്നെയൊന്നും ഞാൻ അങ്ങനെ ബിബിൻ്റെയും കൂടെ പറയാൻ പറഞ്ഞു. ബിബിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. എല്ലാ സിനിമയിലുള്ള എല്ലാവരും ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. റഹ്മാനിക്ക അന്ന് തന്നെ അന്നത്തെ ആൻറ്റിമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ ആരാധന പാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഈ പടം ഇറങ്ങുന്നതോടുകൂടി ഈ ജനറേഷനിലുള്ള എല്ലാ പെൺകുട്ടികളും ഇക്കയുടെ ഫാൻസായി മാറും. ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകും, മംഗളഗന്ധം ആടും കരളിന് കിളിയൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കാകുന്നു ഞാൻ. ഒരാളെ വിളിക്കാം, ആ ആളെ വിളിക്കുന്നത് വേറെ ആളെ വിളിക്കാം. ശിഷ്യരിൽ ആർക്കും കൊടുക്കാതെ ഞാൻ ബാക്കി വെച്ച ആടം ഗണപതി യജ്ഞത്തിൽ തുടങ്ങി ഗരുഡ കിരണത്തിലെത്തി
പുലിയങ്കത്തെത്തിയിരുന്ന 64 മർമ്മസ്ഥാനങ്ങൾ അടങ്ങിയ 36 വാഴ്ത്താൽ 7 ജന്മം ജനിച്ചാലും കഴിയില്ല കേശവ. നിനക്ക് തടുക്കാനും ജയിക്കാനും. ആക്ഷൻ കണ്ടില്ല അതിന്റെ ഇടയ്ക്ക്. ഒന്ന് കണ്ടിട്ട് പണം അതിനുവേണ്ടി ഒരു കുതിരയെ പോലെ പായും, ആരും എത്താത്ത അത്ര വേഗത്തിൽ. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. ത്രില്ലാണ് ഞാൻ ഇവിടെ വരപ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഇത് ദേശീയ ഇവിടെ വരുന്നത് എല്ലാവരും ഇത് പറയുന്നതാണ്. പക്ഷേ എൻ്റെ കാര്യത്തിലാണ് അതൊരു സത്യമാണ്. കാരണം ചില കാരണങ്ങളുണ്ട്. ആദ്യം ഞാനൊരു നിലമ്പൂർക്കാരനാണെങ്കിലും എൻ്റെ മദർ കോഴിക്കോട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ആ രക്തം എൻ്റെ ഉണ്ടാവുമല്ലോ, ഒരു കോഴിക്കോടുകാരൻ്റെ രക്തം. പിന്നെ എനിക്കുണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ എപ്പോഴുള്ള അടുത്ത സുഹൃത്തുക്കളൊക്കെ കോഴിക്കോട്ടുകാരാണ്. ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും സംസാരിക്കുന്നതൊക്കെ കോഴിക്കോട്ടിലാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ വരുന്നതും നിങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നതുപോലെയാണ് എൻ്റെ തോന്നൽ. ഇവരൊക്കെ പറയുന്നുണ്ട് എൻ്റെ 2ാം വീടാണ് 3ാം വീടാണൊക്കെയാണ്. പക്ഷെ നിങ്ങളെൻ്റെ ഫസ്റ്റ് വീടാണ്. അത് സംശയമില്ല. സാറിന് സാറിന് സ്റ്റേജ് മാറിയിട്ട് എനിക്കൊരു പാട്ട് പാടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വരി പാടാം. ഹലോ കാലിക്കറ്റ്, എല്ലാവരും സുഖമായിരിക്കുന്നത് അല്ലേ? 1985 ഞാൻ ഭരതനാട്യം കാണാൻ പോയി. അപ്പോൾ ഭരതനാട്യം പറഞ്ഞത് ഞാൻ റഹ്മാനെ വെച്ചൊരു സിനിമ എടുക്കാൻ പോകുന്നു. അതിൻ്റെ വില്ലനായിട്ട് അഖിൽ 1 2 3 മ്യൂസിക് അഖിൽ. അതിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ ഞാൻ ബാബുവാനെ സെലക്ട് ചെയ്തത് പറഞ്ഞു. ആ ഒരു സന്തോഷം അന്നെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അന്ന് ഞാൻ റഹ്മാൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. അപ്പോൾ ആ റഹ്മാനുമായിട്ട് വീണ്ടും ഒരു പടം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അപ്പോൾ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും അത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ ഷീലി എബ്രഹാം, വിഷ്ണു എബ്രഹാം, അവരാണ് ഈ സിനിമ സാധ്യമാക്കാനായിട്ട് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത്. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ബാഡ് ബോയ്സാണ്, ഞാൻ മാത്രമാണ് ഗുഡ് ബോയ്സ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും വന്ന് സിനിമ കാണണം. 13-ാം തീയതിയാണ് റിലീസ്. എല്ലാവരും വന്ന് സിനിമ കാണണം. തീർച്ചയായിട്ടും. സൈഡിലേക്ക് വന്നോ. കോഴിക്കോട് എന്താ ചേച്ചി പറയാനുള്ളത്? കോഴിക്കോടിന് എൻ്റെ നമസ്കാരം. ഞങ്ങളുടെ ഈ സിനിമ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ റഹ്മാനിക്കനെ നിങ്ങൾക്കങ്ങ് തരുവാ, അങ്ങ് എടുത്തോണ്ട് പൊയ്ക്കോ. ഒപ്പം ഈ വന്നിരിക്കുന്ന എല്ലാവരെയും, നമ്മുടെ ബാബു എനിക്ക് ചേട്ടനെയും നിവിനെ സെന്തിലെ ആൻസിന് എന്ന് വേണ്ട എല്ലാവരും നിങ്ങൾക്ക് തരുവാണ് ഞാൻ. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ പേര് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, ഷീലു എബ്രഹാം പ്രസൻസ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എടുത്തോണ്ട് പൊയ്ക്കോ, അത്ര പറയാനുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഓണത്തിന് എല്ലാവരും എടുക്കണം അല്ലേ? ഓണത്തിനാണ് ഈ സിനിമ തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഓണം തൂക്കാനായിട്ട് ബാഡ് ബോയ്സ് ടീം റെഡിയാണ്. 13-ാം തീയതിയാണ് നമ്മുടെ പടം റിലീസാവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. കോഴിക്കോടിന് ഞാൻ സമർപ്പിക്കുന്ന ഈ പാട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് കോഴിക്കോട്ടേക്ക് തന്നെ വന്നത്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും എന്നറിയാം. സപ്പോർട്ട് ചെയ്യില്ലേ? ഉറപ്പായിട്ടും. എക്കാലവും ഓർത്തു വെച്ചിരിക്കുന്ന മാപ്പിളപ്പാട്ടാണ്. അതാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. റഹ്മാനൊക്കെ ഇന്നാണ് ഈ പാട്ട് ഇവിടെ കാണുന്നത്. അന്ന് ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് കണ്ടു കഴിഞ്ഞപ്പോഴെന്താണ് അടിപൊളി. കാരണം ഈ പാട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ നല്ല ഫീവറായിരുന്നു, എനിക്ക് ഭയങ്കര ഫീവറായിരുന്നു. എനിക്കോ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ 2 പേര് ഈ 3 പേർക്കും ചാൻസ് കിട്ടിയത്. ഡാൻസ് ഞാനങ്ങനെ ആടിയിരുന്നുള്ളൂ, ചാൻസ് കിട്ടില്ലായിരുന്നു.
എനിക്ക് അന്ന് നല്ല പനിയാ. അതുകൊണ്ട് ഇവർക്ക് അതുകൊണ്ട് ഇവര് രക്ഷപ്പെട്ടു. എന്റെ ചായയിൽ എന്തോ മുക്കി തന്നിട്ടാണ് വിപിനെ, ആ സത്യം ഇപ്പൊ പറയണം. ഇപ്പൊ പറയാം. വരൂ. സെന്തിലെ വിപിൻ രണ്ടുപേരും എന്താണ് പറയുന്നത്? എന്തോ എന്റെ ചായയിലാക്കി എന്നിട്ടാണ് ഞാൻ തന്നത്. ആൻസർ മന്നം. നല്ല ടീം. ആൻസർ മന്നം. വിപിനും സെന്തിലും മന്നം, ആൻസർ മന്നം. അത് എന്താണെന്നുള്ള കറക്റ്റ് ഒന്ന് പറയണല്ലോ. അതെ, വിപിൻ, സെന്തിൽ 3 പേരും. ഇനി സത്യം പറ, ആരാണ് ചായയില് റഹ്മാനൊക്കെ